ഫ്രണ്ട്സ്, അപ്പൊ നമ്മള് അനൂപിന്റെ ഹൗസിൽ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ. അപ്പൊ നമ്മള് ബൈ ലിറ്റി, എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പൊ അനൂപ് ബ്രോയും നമ്മുടെ സിജു ബ്രോയും രാവിലെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് എവിടെയാ പോന്നെ? ഡൗൺ പാട്രിക് ഹെഡ് കറങ്ങാൻ പോവാ. സിസ്റ്റർ ബ്രദർ. ഓക്കെ. കുഞ്ഞൂസ് കളിച്ചോ? ഇവിടെ കളിച്ചു, ബ്രദറിന്റെ കൂടെ കളിച്ചു, അടി വെച്ചു, ഭയങ്കര ബഹളമായിരുന്നു ഇവിടെ. എല്ലാം എണ്ണോ കുട്ടികൾ എൻജോയ് ചെയ്തു അവരുടെ രീതിയിൽ അല്ലേ. നമ്മളും എൻജോയ് ചെയ്തു നമ്മുടെ രീതിയിൽ. നല്ലൊരു സ്ഥലം. അപ്പൊ നമുക്ക് പോയി നോക്കാം. ഞങ്ങൾ ഡൗൺ പാട്രിക് ഹെഡിൽ പോയിട്ടില്ല. അപ്പം അപ്പൊ ഹായ് ഫ്രണ്ട്സ്, ദിനേഷ് ഹിയർ ആൻഡ് വെൽക്കം ടു അവർ വ്ളോഗ്. അപ്പൊ നമുക്ക് ഒരു ട്രാവൽ വീഡിയോ പോലെ നമുക്ക് ഡൗൺ പാട്രിക് ഹെഡും അവിടുത്തെ വിശേഷങ്ങളും എല്ലാം കാണാം കേട്ടോ. അപ്പം അനൂപ് മയോയിലായതുകൊണ്ട് അനൂപ് ബ്രോയ്ക്ക് നന്നായിട്ട് അറിയാം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. നമുക്ക് ചോദിക്കാം. അറിയാമോ? ഓക്കെ. ഫ്രണ്ട്സ്, നമ്മൾ പോകുന്ന വഴിക്ക് നിർത്തിയിട്ട് ഒരു ലൊക്കേഷൻ കണ്ടപ്പം എടുക്കുവാണ് കേട്ടോ. നല്ല രസമുണ്ട്, ചെറിയ കാറ്റുണ്ട്. ഫ്രണ്ട്സ്, ഇവിടുത്തെ ആ ഒരു റോക്ക് ഫോർമേഷൻ കണ്ടോ? ഇത് ശരിക്കും ഒരു സ്ക്വയർ ഷേപ്പിൽ ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്ന പാറ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഓരോരോ ബീച്ചുകളുടെയും റോക്ക് ഫോർമേഷൻ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ആ ബീച്ചുകളുടെ ഓരോരോ ഭംഗി മനസ്സിലാവും കേട്ടോ. ഇത് കണ്ടോ, ഇത് കറക്റ്റായിട്ട് സ്ക്വയർ ഷേപ്പിൽ ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്ന പോലത്തെ റോക്ക് ഫോർമേഷനാണ് കേട്ടോ. ഇത് ശരിക്ക് പല ഇപ്പോൾ ഈ ലാൻഡ് ഫോം ചെയ്തേക്കുന്ന ചിലപ്പോൾ ഓൾക്കാനിക് ഇതിൽ നിന്നായിരിക്കും, എറപ്ഷനിൽ നിന്നായിരിക്കും. അപ്പം ഓരോരോ രീതിയിൽ ഫോം ചെയ്യുന്നതിനനുസരിച്ചാണ് ഈ റോക്ക് ഫോർമേഷനും ഈ ബീച്ചുകളിലൊക്കെ ഫോം ആവുന്നത് കേട്ടോ. ഇപ്പോൾ ബാലി ബുനിയനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ടൈപ്പ് റോക്ക് ഫോർമേഷനാണ് നമുക്ക് കിട്ടുന്നത്. ഫ്രണ്ട്സ്, ഇവിടുത്തെ സൈൻ ബോർഡ് കണ്ടോ? ഇതിനകത്ത് ഒരുപാട് സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല വിൻഡിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഇങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാം. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ സംസാരിക്കുന്നതിൽ ക്ലിയർ ആയിട്ട് കിട്ടണം എന്നില്ല. പക്ഷേ ഞാൻ ലൊക്കേഷൻസ് ഒക്കെ കാണിച്ചു തരാം. പിന്നെ ഇതാണ് ഇതിൻ്റെ മെയിൻ ഇതെന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിന്ന് നടന്ന് ഇവിടെ ഇതാണല്ലേ മെയിൻ അട്രാക്ഷൻ. ഇത് ശരിക്കും വൈൽഡ് അറ്റ്ലാന്റിക്കിൻ്റെ കോസ്റ്റ് ഇതിൽ കിടക്കുന്നതാണ്. അപ്പോൾ ഇത് മയോയിലാണ്. കൗണ്ടി മയോയുടെ ഒരു മെയിൻ അട്രാക്ഷനാണ് ലൂപ്പ് വാക്ക് എന്നാണ് അവർ പറയുന്നത്. ഡൗൺ പാട്രിക് ഹെഡ് ലൂപ്പ് വാക്ക് കേട്ടോ. നമ്മളിവിടെ സിജോ ബ്രോ വന്നിട്ടുണ്ട്. സിജോ ബ്രോയെ നിങ്ങൾക്ക് അറിയാമല്ലോ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും പോയി കണ്ടാലോ. നിങ്ങൾ എപ്പോഴും സ്ഥിരം വരുന്നതായിരിക്കും അല്ലേ ഇവിടെ? കുഞ്ഞൂസ് ഇറങ്ങി റോക്ക് പറക്കാൻ തുടങ്ങി. കുഞ്ഞൂസിന് റോക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചെറിയ റോക്ക് എടുക്കുക കുഞ്ഞു. ഇവിടെ ഇടയ്ക്കൊരു കുഴി പോലെ ഉണ്ടല്ലേ, കടലാണോ അത്? ആ, ഓ അയ്യോ, ഇത് ഭയങ്കര ഡേഞ്ചർ ആണല്ലോ ഫ്രണ്ട്സ്. ഇത് കണ്ടോ, ഇവിടെ നല്ലൊരു കുഴിയുണ്ട്. ഇതുവഴി ഒന്ന് സ്ലിപ്പായ
ഫ്രണ്ട്സ് ഇവിടെ ഒരു വലിയൊരു മെഷ് ഇട്ടിട്ട് അവർ ലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടിയിലും വലിയൊരു ഇതുപോലത്തെ ഒരു ഹോളുണ്ട് കേട്ടോ, പാറയുടെ. പക്ഷേ ഇത് ഒന്ന് ആലോചിച്ച് നോക്കി, ഈ ഒരു മെഷ് ഇല്ലാത്തൊരു സമയം ഒന്ന് ആലോചിച്ച് നോക്ക്. ആരെങ്കിലും ഒക്കെ ആൾക്കാർ വന്ന് വീണു പോകല്ലേ അറിയാതെ. ഇവിടെ നമ്മൾ കീയോ കാര്യങ്ങളോ ഒന്നും ഇട്ടേക്കരുത്, കാരണം നമുക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല കേട്ടോ. കോയിൻസ് ഇട്ടിട്ടുണ്ടല്ലോ. വൺ ഡേഞ്ചർ ആണ് ഈ സാധനം. എന്തായാലും മെഷിട്ട് അവർ കവർ ചെയ്ത് നന്നായി. അങ്ങ് വരെ ഇട്ടിട്ടുണ്ട് കേട്ടോ, അങ്ങേ അറ്റം വരെ ഇട്ടിട്ടുണ്ട്. അപ്പം അത്രയും വലിയൊരു ഡേഞ്ചർ സ്പോട്ടാണിത്. നന്നായിട്ട് കവർ ചെയ്തേക്കുന്നുണ്ട്, നമുക്ക് സേഫാണ്. നമ്മൾ നല്ല കട്ടിയുള്ള മെഷാണിത് കേട്ടോ ഇട്ടേക്കുന്നത്. ഇവിടെ എല്ലാം ഇങ്ങനെ കൈവരി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കപ്പം മനസ്സിലാവും ഇത് ഡേഞ്ചറാണ്, അങ്ങോട്ട് പോകരുത് എന്നുള്ളത്. ഇവിടെ ഉണ്ടല്ലേ. അയ്യോ, അധികം പോട്ടെ ബ്രോ, കാറ്റുണ്ടായോണ്ടേ. വിൻഗട്സ് എന്ന് പറയത്തില്ലേ, അത് കൂടി വന്നാൽ തന്നെ നമുക്ക് പുഷ് ഫീൽ ചെയ്യും. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഈ ഒരു റൂട്ട് കയറി വന്നപ്പോഴത്തേക്കും കണ്ടോ, ഇവിടെ ഒരു കിട്ടിലം വ്യൂ ഏരിയ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുഞ്ഞുസ് കുറേ റോക്ക് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ, ബഗ്ഗിയിൽ കളക്ട് ചെയ്ത്. എന്തിനാ റോക്ക്? അന്ന ചേച്ചി കുച്ചേച്ചിക്ക് കൊടുക്കാനാ? ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും ആ വ്യൂ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ. പക്ഷേ ഇതവർ സെറ്റ് ചെയ്ത് വെക്കുന്ന നോക്കി, നല്ല രസമുണ്ടേ, നല്ല സേഫ്റ്റിയാണ്. അതുപോലെ ഇവിടെ നിന്ന് നമുക്കത് കാണാൻ പറ്റിയ ഒരു കിടിലം വ്യൂ പോയിന്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടിപൊളിയല്ലേ? പക്ഷെ ഇങ്ങനെ അവർ സെറ്റ് ചെയ്തില്ലെങ്കിൽ ഉണ്ടല്ലോ, ഉറപ്പായിട്ട് ഈ ആൾക്കാർ വീഴും, ഉറപ്പായിട്ട് വീഴും. കാരണം അങ്ങോട്ടൊരു പുള്ളും കാറ്റ് വന്ന് അങ്ങനെ കയറി ഇറങ്ങി പോകുന്നോണ്ടേ. ഇതിനകത്ത് വീണുണ്ടല്ലോ തീർന്നു. കാരണം എന്ന് വെച്ചാൽ തണുപ്പുള്ള വെള്ളമല്ലേ ഇതൊരിക്കലും. അതുപോലെ നമുക്ക് നീന്താൻ പറ്റത്തില്ല, നമുക്ക് അപ്പോഴേ സ്ട്രോക്ക് വരും. നമ്മളിപ്പോൾ ആ വ്യൂ പോയിന്റിൻ്റെ താഴെ ഇറങ്ങി കേട്ടോ. ഇതിൻ്റെ മുകളിൽ നിന്നാണ് നമ്മളത് വാച്ച് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് കണ്ടോ, ഇവിടെ ഒരു വെയിറ്റിംഗ് ഷെഡ് പോലെ അവരുണ്ടാക്കിയേക്കുന്നത് അല്ലേ. ഇതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ മുകളിലാണ് നമ്മൾ നിന്ന് നോക്കിയത്. ഇതിൻ്റെ താഴെ നോക്കി, ഇതുവഴി നമുക്കത് കാണാം കേട്ടോ. സൂപ്പറായിട്ടുണ്ടേ. ആ സൗണ്ട് എഫക്റ്റ് ഒക്കെ കണ്ടോ, നല്ല ആഴം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അയ്യോ, ഗ്ലാസ്. ഓ, ഇത് ശരിക്കും അപ്പുറത്താണ് അതിൻ്റെ പായൽ, അതുകൊണ്ടാണ് ക്ലിയർ ചെയ്യാൻ പറ്റാത്ത.
ഫ്രണ്ട്സ് ഈ സൈറ്റിന് ഒരു ചെറിയൊരു ഇതുണ്ട്, അത് ഒന്ന് പറഞ്ഞ ബ്രോ. ശരിക്കും പറഞ്ഞാൽ ഈ സൈറ്റ് കണ്ടുപിടിച്ചത് സെന്റ് പാട്രിക്സ് എന്ന് പറഞ്ഞ വിശുദ്ധനാണ്. അതുകൊണ്ടാണ് പുള്ളിയുടെ ഇവിടെ വെച്ചേക്കുന്നത്. ഇതിനകത്ത് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ World War II ഇതൊരു ലുക്കൗട്ട് പോസ്റ്റ് ആയിരുന്നു. ഐറിഷ് ആർമിയുടെ വല്ലതും ലുക്കൗട്ട് പോസ്റ്റ് ആയിരിക്കും. അതിന്റെ ഒരു പോസ്റ്റ് അവിടെ ഉണ്ട്. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ അത് കാണിക്കാം. World War II നമ്പേഴ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. എയർ ന്യൂട്രൽ സൈൻ വെച്ചിട്ടുണ്ടല്ലേ. എന്ന് വെച്ചാൽ അത് ശരിക്കും World War II ബ്രിട്ടീഷ് ആർമിക്ക് അയർലൻഡ് എത്തുമ്പം ഇത് ന്യൂട്രൽ അയർലൻഡ് ആണെന്ന് അറിയാൻ വേണ്ടി മുകളിൽ നിന്ന് ഫ്ലൈറ്റിൽ നിന്ന് തന്നെ അവർക്ക് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതിന് അയർലൻഡിൻ്റെ പല സ്ഥലങ്ങളിലായിട്ട് അവർ പല നമ്പർ, നമ്മൾ പഴയ വീഡിയോയിൽ അത് കാണിച്ചിട്ടുണ്ട്. ഞങ്ങൾ Air 41 Air 42 അങ്ങനെയൊക്കെയുള്ള ഓരോ നമ്പറുകളിൽ പോയി വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലൊരു നമ്പർ ഇവിടെ ഇട്ടിട്ടുണ്ട് അവർ. അപ്പോൾ അത് നമുക്ക് പറ്റുവാണെങ്കിൽ നമുക്കതും കാണാം അല്ലേ ഫ്രണ്ട്സ്. ഇതാണ് നമ്മുടെ ഡൗൺ പാട്രിക് ഹെഡ് കേട്ടോ. ഇത് ശരിക്കും ഭയങ്കര രസമുള്ളൊരു ഇതാണ്. നാച്ചുറലായിട്ട് ഫോം ചെയ്തേക്കുന്ന ഒരു ക്ലിഫിൻ്റെ എഡ്ജാണ് കേട്ടോ. കിട്ടില്ലാണ്, ഒരു രക്ഷയില്ല. ഇത് റിയലായിട്ട് കാണാൻ ഭയങ്കര രസമാണ്. നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലല്ല. ഇത് ഇവിടെ ഭയങ്കര ഡേഞ്ചറാണ്. നമുക്കൊരു പരിധി കൂടുതൽ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. ഈ സൈഡ് നല്ല സ്റ്റീപ്പാണ്. എന്ന് വെച്ചാൽ നമ്മൾ താഴെ വീണ് കഴിഞ്ഞാൽ നേരെ കടലിലാണ് വീഴുന്നത്. ഇപ്പോൾ കണ്ടോ, എനിക്ക് അങ്ങോട്ട് ക്ലോസ് ആയിട്ട് പോയി നിൽക്കാൻ പറ്റത്തില്ല. കാരണം അതുമല്ല ഇടയ്ക്കിടയ്ക്ക് നല്ല കാറ്റ് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അത്ര സോളിഡ് ആയിട്ടല്ല, ഈ പുല്ലിലായതുകൊണ്ട് സ്ലിപ്പറി ആവും നമ്മൾ പെട്ടെന്ന്. അതുപോലെ കാറ്റ് ഉള്ള സമയം നമ്മൾ കെയർഫുൾ ആയിരിക്കണം. നല്ല രീതിയിൽ ഗട്ട്സ് കൂടി വന്നാലും നമ്മളെ അടിച്ച് താഴെ ഇടും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ മാറി നിന്നാണ് ഇത് കാണുന്നത് കേട്ടോ. ഇതിൻ്റെ താഴെ ആൾക്കാർ ഒത്തിരി ഫിഷ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. ഞാൻ നല്ല സൂം ചെയ്തപ്പോൾ ഞാൻ കാണിച്ചു തരാം. അതുമല്ല ഇന്ന് അത്യാവശ്യം വിൻഡി ആയിട്ടുള്ള ദിവസമാണ് കേട്ടോ. I can hear the demons call when they do what they do. And now I feel like taking off, find a place with a view. The pain is never gonna stop if it's controlling you. I know that time can heal it all, I just gotta get through. I just gotta get through, I just gotta get through. Cause I feel like taking off, find a place with a view. The pain is never gonna stop if it's controlling you. I know that time can heal it all, I just gotta get through. Sometimes I feel like all is lost, but I know it's not true. I wanna put up all my walls cause I'm not in the mood. But then I cut myself off from the rest of the room. I know that time can heal it all if you're patient and soon. It can all be worth it, all the searching. Pain is never really permanent, but damn it hurts man. I could feel all of the turbulence and it's concerning. I've been searching for a purpose, I hope it's worth it. This society is really trying me. Ain't no hide and seek, I hide to be far from anxiety. I need my space, I need my privacy. I need some silence, please, you're all too loud. You don't speak quietly, opinions violently thrown across every surface. It makes me nervous. Is the world honestly burning? That's all I'm learning. Hope that we can make a turn and start reversing all our minds and put the work in. We got some work, man. I can hear the demons call when they do what they do. And now I feel like taking off, find a place with a view. The pain is never gonna stop if it's controlling you. I know that time can heal it all, I just gotta get through. I just gotta get through, I just gotta get through. Cause I feel like taking off, find a place with a view. The pain is never gonna stop if it's controlling you. I know that time can heal it all, I just gotta get through. I just gotta get through. Gotta get through this, life is a nuisance, tie up some loose ends. I try to be human, find a solution, my evolution. A place like this, it didn't exist, we made it like this. So you can go pick the bad or the good, got a glass half wish. I know, it's easier to hide than just to lay low. Not everyone in life has got a halo. I'm standing in the red inside a payphone. Just wanna break, no, I'm not gonna give in. Take a last shot, Michael J. Win. No, I'm not a robot, I'm in my own skin. Never get lost when thoughts pull you in. I miss the old you, we died with a purpose. All the energy around me felt nervous. Scared I would pop out fast to the surface. Had to cut it off before you made me worthless. Torn apart, I've been torn and scarred. I had a given art, but now I'm thinking smart. I'm keeping up my guard, I'm hiding every card. A royal flush of bluff, you never know what's hard. With a back to the mat, gonna see where I'm at. I'ma fight like I'm mad, I'ma be something that they can never be me. Nice try, but they'll see I achieve everything while they stay salty. ഇപ്പോൾ നമ്മൾ പോകുന്നത് ഞങ്ങൾ പറഞ്ഞില്ലേ, ആ World War II Air 64 ആണ് കേട്ടോ. Air 64 സൈറ്റ് കേട്ടോ. ഇത് കണ്ടോ, ഇത് എയറിൻ്റെ ആണ് കേട്ടോ. ഈ
അവിടെ നിന്ന് ഇങ്ങോട്ടാണ് എയർ എന്ന് എഴുതിയേക്കുന്നത്. നമുക്ക് ഇങ്ങനെ ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് അറിയത്തില്ല. നമുക്കിത് ഏരിയൽ വ്യൂ കിട്ടിയാലേ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. കല്ലൊക്കെ ഇട്ട് അവരിങ്ങനെ എഴുതി വെച്ചേക്കാണ് കേട്ടോ. Call when they do what they do, and now I feel like taking off, find a place with a view. The pain is never gonna stop if it's controlling you. I know that time can heal it all, I just gotta get through. I just gotta get through, I just gotta get through. Cause I feel like taking off, find a place with a view. The pain is never gonna stop if it's controlling you. I know that time can heal it all, I just gotta get through. I just gotta get through. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ഡ്രോൺ പൈലറ്റ് സിജോ ബ്രോയ്ക്ക് ഞാൻ താങ്ക്സ് പറയുന്നു. നല്ല അടിപൊളി ഷോട്ടുകൾ എടുത്തായിരുന്നു കേട്ടോ. നമ്മൾ സൂപ്പർ ഷോട്ടുകളായിരുന്നു. പിന്നെ സിജോ ബ്രോയ്ക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ. ഇപ്പോൾ പേര് പറഞ്ഞു, അയർലൻഡ് മല്ലൂസ് അല്ലേ. കപ്പിളായിട്ട് വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ അവരുടെ ഇതിൽ കയറി കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങളും അയർലൻഡിൻ്റെ ട്രാവലും എല്ലാം അവർ ഇടുന്നുണ്ട്. പിന്നെ റിയാക്ഷൻ വീഡിയോ തുടങ്ങുന്നുണ്ട്. റിയാക്ഷൻ വീഡിയോസ് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അനൂപ് ബ്രോയ്ക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഫ്യൂച്ചർ പ്ലാൻ എന്തെങ്കിലും കുഞ്ഞു ഇൻസ്റ്റാ റീൽസ് അങ്ങനെ കുഞ്ഞു സംഭവങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. നമ്മൾ ശരിക്കും ഒരുമിച്ചായിരുന്നെങ്കിൽ നമുക്ക് പൊളിക്കായിരുന്നു അല്ലേ. നമ്മള് വിനീഷ് ബ്രോ ലിമറിക്കിലായി പോയി, ഞാൻ സിജോ അടുത്താണ്. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ